ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുള്ളൻ മീൻ കറിയാണ്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടും. ഫ്രഷ് മുള്ളൻ വെട്ടി വൃത്തിയാക്കി വെച്ചത്, പുളിവെള്ളം, തമ്പാല്, തക്കാളി ജ്യൂസ്, സവാള ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു സ്പൂൺ ഉലുവ, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. എണ്ണ ചൂടായി ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മസാല മൂത്ത് വന്നിട്ട് അതിലേക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടാം. ഇട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പുളിവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായി മിക്സ്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി നമുക്ക് ഇത് 10 മിനിറ്റ് മൂടി വയ്ക്കാം. നല്ലോണം മീൻകറി തിളച്ച് വരുന്നുണ്ട്. ഇതിന്റെ അടപ്പ് ഇതിലേക്ക് നമുക്ക് മുള്ളൻ മീൻ ചേർത്ത് കൊടുക്കാം. ഇളക്കി മീൻ വേവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിന്റെ അടപ്പ് ഇത് നല്ലോണം തിളക്കുന്നുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് ഇതൊന്ന് നന്നായി കൂട്ടി ചേർക്കും. ഒരു തളയും കൂടി തിളക്കുന്നവരെ ഇതൊന്ന് അടച്ച് ഓക്കെ. അപ്പോൾ നമ്മുടെ മുള്ളൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറിയിലേക്കുള്ള ഉള്ളി മൂപ്പിക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി ഇനി അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉള്ളിയും വേപ്പിലയും ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ഇളക്കി വരും. ഇത് ഉള്ളി മൂത്ത് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യും. ഇത് മൂപ്പിച്ചത് നമുക്കതിലേക്ക് ഒഴിക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ മുള്ളൻകറി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുള്ളൻ മീൻ കറിയാണ്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഫ്രഷ് മുള്ളൻ വെട്ടി വൃത്തിയാക്കി വെച്ചത്, പുളിവെള്ളം, തമ്പാല്, തക്കാളി ജ്യൂസ്, സവാള ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു സ്പൂൺ ഉലുവ, മുളകും പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി ഇനി നമുക്ക് അതിലേക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
ഇനി അതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ആക്കാം. മസാല മൂത്ത് വന്നാൽ അതിലേക്ക് നമുക്ക് തക്കാളി ജ്യൂസ് ആഡ് ചെയ്യാം. ഈ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടാം. ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പുളിവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആക്കി കഴിയുന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി നമുക്ക് ഇതിൽ 10 മിനിറ്റ് മൂടി വയ്ക്കാം. നല്ലോണം മീൻകറി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അടപ്പൊന്ന് തുറക്കാം. ഇതിലേക്ക് നമുക്ക് മുള്ളൻ മീൻ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി മീൻ വേവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിന്റെ അടപ്പൊന്ന് തുറന്നു നോക്കാം. ഇത് നല്ലോണം തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തമ്പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി കൂട്ടി ചേർക്കാം. ഇതൊന്ന് ഒരു തളയും കൂടി തിളക്കണ വരെ ഇതൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ മുള്ളൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറിയിലേക്കുള്ള ഉള്ളി മൂപ്പിക്കാം. അതിനു വേണ്ടി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി ഇനി അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉള്ളിയും വേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായി ഇറക്കി വരും. ഇത് ഉള്ളി മൂത്ത് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യും. ഇത് മൂപ്പിച്ചത് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ മുള്ളൻകറി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.